നമസ്കാരം, സിരിയൻസിലേക്ക് സ്വാഗതം. കണ്ണൂർ എയർപോർട്ട് കമ്പനിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ഈ മാസം 23-ന് ഓൺലൈൻ മുഖാന്തരം ചേരാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ ഓഹരി ഉടമകൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും കമ്പനി ചെയർമാനുമായ മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകി. കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കിയാലിന്റെ ഇതുവരെയുള്ള വിവിധ ക്രമക്കേടുകളും അഴിമതികളും ഓഹരി ഉടമകൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ന്യായമായ അവകാശ ലംഘനമാണ് ഇതിലൂടെ നടക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ഓൺലൈനായി യോഗം നടക്കുന്നതിലൂടെ ചുരുങ്ങിയ സമയം മാത്രം അനുവദിച്ച് ചുരുക്കം പേർക്ക് മാത്രമാണ് അവസരം ലഭിക്കുകയെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 23-നാണ് വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുന്നത്. വിമാനത്താവള വികസനത്തിന് ധാരാളം പണം ഓഹരിയിലൂടെ നേടുകയും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് കിയാൽ അധികൃതർ തടസ്സം നിൽക്കുകയാണെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കരാർ നൽകുന്നത് മാനേജീരിയൽ തസ്തിക നിയമത്തിനും നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. ഓൺലൈൻ മീറ്റിംഗിന് പകരം ഓഫ്ലൈൻ യോഗം നടത്താൻ ഏർപ്പാട് ചെയ്യാനുമാണ് മുഖ്യമന്ത്രിക്കുള്ള പരാതിയിൽ പറയുന്നത്. വികസന പദ്ധതിയിൽ പങ്കാളികളായ ഓഹരി ഉടമകളെ സമരത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കും തള്ളിവിടുന്ന അധികൃത നിലപാടിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും സംഘടിപ്പിക്കുന്നതിന് അസോസിയേഷൻ നേതൃത്വം നൽകുമെന്നും ചെയർമാൻ അബ്ദുൽ ഖാദർ പനങ്ങാട്ട് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഇവിടെ ഒരു ഡ്രാവിഡ് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ തന്നെ ഉണർവുണ്ടാക്കുന്ന ഒരു കാർഗോ ചാർട്ടർ ഫ്ലൈറ്റ് കണ്ണൂരിൽ നിന്ന് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രഖ്യാപനം നടത്തി ചേംബർ ഓഫ് കോമേഴ്സിൽ നിങ്ങൾ മുഴുവൻ പത്രക്കാരും വിഷ്വൽ മീഡിയയും വന്ന് വലിയൊരു കൊട്ടിഘോഷിച്ച്. എന്നിട്ട് അതിൻ്റെ എനിക്ക് അവിടെ GSA എന്ന് പറഞ്ഞിട്ട് അത് കിയാലിൻ്റെ ഉത്തരവാദിത്തമല്ല. ആ കമ്പനിയെ ഞങ്ങൾ ഡ്രാവിഡ് ഏവിയേഷനെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നത് നിരുത്തരവാദം, ഹീസ് നോട്ട്, അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കുകയാണ്. ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഇത് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിൽ ഒരു ലോജിക്കുമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രം പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ ഇത്. എന്നിട്ട് അവിടെ വന്നിട്ട് അവിടെ അന്ന് 2 മന്ത്രിമാർ വലിയ ബാനർ വെച്ച് കെട്ടി വെച്ചിട്ട് അവിടെ വലിയൊരു വലിയ എല്ലാ ഇതിലും മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടായി, നിങ്ങൾക്ക് കാണാം. ലോഞ്ച് ഇൻ്റർനാഷണൽ എയർ ഫ്രൈറ്റ് തുടങ്ങുന്നവരുടെ ഇംഗ്ലീഷ് പേപ്പറിലും മലയാളത്തിലും നിറയെ കൊടുത്ത് അത് കണ്ണൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു ഇതായിരുന്നു കാർഗോ ഫ്ലൈറ്റിൻ്റെ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കാൻ സാധ്യതയുള്ളത് പെരിഷബിൾ ഗുഡ്സ്, അതായത് വെജിറ്റബിളാണ്, GCC കൺട്രിയിലേക്ക്. ഒരുപാട് ആൾക്കാർ വളരെ ആവേശത്തോടു കൂടിയിട്ട് വന്ന് സംഭരിച്ചു സാധനങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടി. അത് അവിടെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 2 മന്ത്രിമാരാണ് ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. മിസ്റ്റർ ശശിധരനും മുഹമ്മദ് റിയാസും അവിടെ എയർപോർട്ട് ടെർമിനലിൽ വന്നിട്ട് അവരവിടെ MLA ഉണ്ട്, ശൈലജ ടീച്ചർ, MP മാരുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് 3 മണിക്ക് ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലൈറ്റ് അന്ന് ലാൻഡ് ചെയ്തിട്ടുമില്ല. പിന്നെ ഇന്നേ ദിവസം വരെ കാർഗോ ഫ്ലൈറ്റ് പൊങ്ങിയിട്ടുമില്ല. മട്ടന്നൂരിൽ രാജീവ് ജോസഫ് നടത്തുന്ന ആക്ഷൻ കൌൺസിലിന്റെ നിരാഹാര സമരത്തിന് അസോസിയേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സമരവേദിയിൽ പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CP സലീം, KP മോഹനൻ, മജീദ് P, C ജോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കത്തില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.